ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അറിവില്ലാതെയോ അല്ലെങ്കിൽ കേട്ടറിവുകളുടെ പേരിലോ അതല്ലെങ്കിൽ കേവലം ഒരു മെഡിറ്റേഷൻ കണ്ടതിന്റെ പേരിലൊക്കെ മെഡിറ്റേഷൻ ഫോളോ ചെയ്യുകയും അല്ലെങ്കിൽ അത് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ അപകടങ്ങൾക്കോ അല്ലെങ്കിൽ പരുക്കുകൾക്കോ കാരണമാകാവുന്നതുമാണ്. കാരണം നമ്മുടെ മെഡിറ്റേഷൻ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനെയാണ്, അഥവാ ഉപബോധ മനസ്സിനെയാണ്. ഉപബോധ മനസ്സ് നമ്മുടെ മനസ്സിന്റെ ഏകദേശം 90% കിടക്കുന്നത് ഉപബോധ മനസ്സാണ്. മനസ്സിന്റെ 10% മാത്രമാണ് ബോധ മനസ്സ്. നാം സംസാരിക്കുന്നതും ഈ വ്യവഹാരങ്ങൾ ട്രാൻസാക്ഷനുകളെല്ലാം നടക്കുന്നത് ഉപബോധ മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, അവലംബിച്ചുകൊണ്ടാണ്. എന്നാൽ ഉപബോധ മനസ്സാണ് അതിന്റെ മറുവശത്ത് 90% സ്വാധീനിച്ച് കിടക്കുന്നത്. ഉപബോധ മനസ്സിനെ ക്ലിയർ ആക്കുകയും അത് വേണ്ടത്